എല്ലാവർക്കും നമസ്കാരം. ആ പെൺകുട്ടി പിന്നീട് താൻ സ്നേഹിച്ച ആളിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കേരളത്തിലെത്തുന്നു. കേരളത്തിലുള്ള കുറേയധികം CPM നേതാക്കന്മാരുടെ ആഭിമുഖ്യത്തിൽ ആ കുട്ടി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് ഈ യുവാവിനെ വിവാഹം കഴിക്കുന്നു. ഈ യുവാവ് ഇസ്ലാം മതവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു വിശ്വാസിക്ക് ഒരു ഇസ്ലാം വിശ്വാസിയെ ഹിന്ദു ആചാരപ്രകാരം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചാൽ ആ വിവാഹം അസാധുവായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പോലും ഒരാളും അവിടെ പറയുന്നില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, അദ്ദേഹം MLA കൂടിയാണ്, MP ആയ ശ്രീ AA റഹീം, ഒപ്പം മറ്റൊരു MLAയും കേരള മന്ത്രിസഭയിലെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ V ശിവൻകുട്ടിയുമാണ് ആ ചടങ്ങിൽ പ്രധാനമായും പങ്കെടുത്തത്. അതുകൂടാതെ കുറേയധികം CPM നേതാക്കന്മാരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ ഈ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ പിന്നീട് ഉണ്ടായതിനെ തുടർന്ന് വിവാഹം കഴിച്ചിരിക്കുന്ന ഫർമാൻ ഖാൻ എന്ന മധ്യപ്രദേശുകാരനായിട്ടുള്ള യുവാവ് ഇതിനോടകം തന്നെ പോക്സോ കേസ് ചുമത്തപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വിവാഹം നടത്തിക്കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ CPMന്റെ പ്രധാനപ്പെട്ട പല സംസ്ഥാന നേതാക്കൾക്കുമെതിരെ പോക്സോ കേസ് ചുമത്താനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ഒരു മുസ്ലിം യുവാവിനെ ഇഷ്ടമാണ് എങ്കിൽ, അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടം ഇന്ത്യയിൽ കേരളം മാത്രമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് അന്ന് ശ്രീ MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നത്. സത്യത്തിൽ ഇതാണോ യഥാർത്ഥ കേരള സ്റ്റോറി? എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. സത്യത്തിൽ കുറേയധികം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്നത്. ഒന്നാമത്, ഈ പെൺകുട്ടി ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരു കുട്ടിയാണ്, നമ്മുടെ ഭാഷ അറിയില്ല, മധ്യപ്രദേശ് സ്വദേശിനിയാണ്. അവളുടെ കുടുംബത്തിന് ഈ കുട്ടി ഒരു യുവാവിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ കാര്യമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പിനെ അവഗണിച്ചാണ് ആ കുട്ടി അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. ഈ കുട്ടിയെ കാണുവാനില്ല എന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടുകാർ മധ്യപ്രദേശ് പോലീസിന് കേസ് കൊടുത്തിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മൈനർ പെൺകുട്ടിയാണ്, 18 വയസ്സ് വിവാഹപ്രായം ആയിട്ടില്ല. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് നിയമവിരുദ്ധമായിട്ടാണ് ഒരു ഇന്റർഫെയ്ത്ത് വിവാഹം അവിടെ നടത്തിക്കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവുമായി ഉണ്ടായിരുന്ന ഒരു പ്രണയബന്ധത്തിനെ ഏറ്റവും മഹത്തരമായിട്ടുള്ള വിശുദ്ധ പ്രണയമാണ് എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിച്ച് ആ ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത് അതിനുള്ള സുരക്ഷിത ഇടം കേരളമാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ശ്രീ MV ഗോവിന്ദൻ ഇത് ഒരു കേരള സ്റ്റോറിയാണ്, യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ് എന്ന് പറഞ്ഞത്. നമുക്കറിയാം, കേരള സ്റ്റോറി 1, 2 സിനിമകൾ വന്നു. അതിൽ കേരളത്തിലുള്ള സോഷ്യൽ ഫാബ്രിക്, മതേതര ഫാബ്രിക്, അതിനെയൊക്കെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള തെറ്റായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് പറഞ്ഞുകൊണ്ടാണ് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി, ഇത് മത സാഹോദര്യത്തിൻ്റെതാണ്, ഇന്ത്യയിൽ ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനങ്ങളിലും നടക്കാത്തതുപോലെ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ച് സമൂഹത്തിന്റെ പിന്തുണയോടും സ്നേഹത്തോടും കൂടി കഴിയാൻ പറ്റുന്ന ഒരേ ഒരിടമാണ് കേരളം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഈ മര്യാദകേടെല്ലാം തന്നെ കാണിച്ചതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് K-സ്മാർട്ട് വഴി ഒരു വിവാഹ സർട്ടിഫിക്കറ്റും കൊടുത്തിരുന്നു. അപ്പോൾ യാതൊരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെയാണ് കേരള സർക്കാരിന്റെ K-സ്മാർട്ട് പോലെയുള്ള സംവിധാനത്തിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതുവഴി പുറത്തു വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ വിവാഹ പ്രായം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടായിട്ടില്ല. പ്രായം തെളിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ആധാർ കാർഡ് വ്യാജരേഖയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംശയം ഇതിനോടകം തന്നെ ബലപ്പെട്ടിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിനൊക്കെയുള്ള യഥാർത്ഥ രേഖയായിട്ട് ആധാറിനെ പരിഗണിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും കുറേയധികം തർക്കങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെ ചേർന്ന് നടത്തിക്കൊടുത്തത്, അതിനെ വിശുദ്ധ പ്രണയമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ വിവാഹത്തെക്കുറിച്ച് അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അന്നേ ദിവസം കൈരളി ന്യൂസ് ഒരു വാർത്ത കൊടുത്തിരുന്നു. അത് ഇങ്ങനെയാണ്: പോലീസിന്റെ ഇടപെടലോടെ പൂവാറിന് സമീപത്തെ ശ്രീനാരായണ ഗുരുവിന്റെ മാർഗനിർദ്ദേശപ്രകാരം നവീകരിച്ച അരുമാനൂർ നയിനാർ ക്ഷേത്രത്തിൽ CPIM സഖാക്കളുടെ നേതൃത്വത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ സാക്ഷ്യം വഹിച്ച് സന്തോഷകരമായ വിവാഹം നടന്നു എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, CPIM സഖാക്കളുടെ നേതൃത്വത്തിലാണ് ഈ വിവാഹം നടന്നത് എന്നതിനെക്കുറിച്ച് കൈരളി ന്യൂസിന് ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇനി ഇതിൽ ഉൾപ്പെട്ട് ആ നേതൃത്വം നൽകിയിരിക്കുന്ന CPIMന്റെ സഖാക്കൾ ആരൊക്കെയാണ് എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അനുഗ്രഹാശസ്സുകളുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, അഡ്വക്കേറ്റ് AA റഹീം MP അടക്കമുള്ളവർ, പ്രാദേശിക CPIM നേതാക്കളായ അഡ്വക്കേറ്റ് PS ഹരികുമാർ, P രാജേന്ദ്രകുമാർ, അഡ്വക്കേറ്റ് അജിത് കരുംകുളം,
അനൂപ് വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഷിജിത് ഷിവാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഉത്സാഹ കമ്മിറ്റിയാണ് ഈ വിവാഹത്തിന് നേതൃത്വം നൽകിയത്, പിന്തുണ നൽകിയത് എന്നതിനെക്കുറിച്ചും കൈരളി ന്യൂസ് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പോക്സോ എക്സ്റ്റെൻഡ് ചെയ്ത് അതിന് പ്രോത്സാഹനം നൽകിയിരിക്കുന്ന ആൾക്കാർക്കെതിരെയും ഈ കേസ് ചുമത്തുന്നുണ്ട് എങ്കിൽ അതിൽ പ്രതിസ്ഥാനീയരാകേണ്ടുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് കൈരളി ന്യൂസിന്റെ ഈ വാർത്തയിൽ സത്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ പറയാൻ കഴിയുന്ന ഒരു ന്യായം, ഈ വിവാഹം നടത്തി കൊടുക്കുന്ന സമയത്ത് ആധാർ രേഖ അവർ പരിശോധിച്ചു, അത് വ്യാജമാണോ, അതിനെ അംഗീകൃത രേഖയായിട്ട് പരിഗണിക്കാൻ കഴിയുമോ, ഇതൊന്നും തന്നെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ കരുതിയത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ ഒരു ന്യായം പറയാം. പക്ഷെ ആ ന്യായം പോലും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് വസ്തുത. കൈരളി ന്യൂസിന്റെ വാർത്തയിൽ തന്നെ ഇങ്ങനെ തുടരുന്നുണ്ട്. പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയില്ല എന്ന നിലയിലെ കെട്ടുകഥകളും അനുബന്ധമായി പ്രചരിച്ചു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയിട്ടില്ല എന്നുള്ള ഒരു വാദം അന്നേ ശക്തമായിരുന്നു. എന്നിട്ടും അതിന്റെ പേരിൽ കൂടുതലായിട്ടുള്ള ഒരു കൺസേണും കെയറും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു എന്നിരിക്കെ അത് തീരെ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയുമല്ല, ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോ പൊതുപ്രവർത്തകരോ ഒന്നുമല്ല ഈ കെ സ്മാർട്ട് വഴി ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് ഏതൊക്കെ രേഖകളാണോ ഇതിന് നോക്കേണ്ടത് ആ രേഖകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖകളൊന്നും തന്നെ കൃത്യമായി പരിശോധിക്കാതെ കെ സ്മാർട്ട് വഴി ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് എന്ന കാര്യവും വ്യക്തമാവുകയാണ്. ഒപ്പം ഇതിൽ തുല്യമായിട്ട് പ്രതിസ്ഥാനത്ത് വരേണ്ടത് കേരള പോലീസ് തന്നെയാണ്. കാരണം പോലീസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് ശ്രദ്ധ നൽകിയതിനു ശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്, മധ്യപ്രദേശ് പോലീസുമായി ബന്ധപ്പെടേണ്ടത്, ഈ കുട്ടിക്ക് വിവാഹപ്രായം ആയിട്ടില്ല എന്നുള്ള ഒരു കൺസേൺ ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. അവിടെയും രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേതൃത്വം ഈ വിവാഹത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യപ്രകാരമാണ് പോലീസ് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കാഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഈ വിവാഹം നടത്തിക്കൊടുത്തിരിക്കുന്ന ഈ നായനാർ ക്ഷേത്രത്തിലുള്ള ഭാരവാഹികൾക്കും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. രണ്ട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒന്ന്, ഇതിലെ വരൻ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ആളായതുകൊണ്ട് അത് സ്പെഷ്യൽ മാരേജ് ആക്ട് വഴിയാണ് ആ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത്. അതല്ലാതെ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് അവർക്ക് അറിയണമായിരുന്നു. രണ്ട്, പെൺകുട്ടിയുടെ വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട് അതിന്റെ കുടുംബം എന്ത് ചിന്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അന്വേഷണവും ഇവരുടെ ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ വിവാഹപ്രായം എത്തിയിട്ടില്ലാത്ത മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടുകാരുടെ താല്പര്യത്തിനെ ലെവലേശം പരിഗണിക്കാതെ അതിന്റെ പ്രായം തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ പരിശോധിക്കാതെ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട CPM നേതാക്കളും മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും ഒക്കെ ചേർന്ന് ഒരു ശൈശവ വിവാഹത്തിലൂടെ ആ കുട്ടിയെ ഇതര മതവിശ്വാസിയായിട്ടുള്ള ആ കുടുംബത്തിന് താല്പര്യമില്ലാതിരുന്ന ഒരാളിനെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ളത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് കൂടാതെ CPIM-ന്റെ യുവജന വിഭാഗം വിവാഹിതരായിരിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കും എന്ന മട്ടിലുള്ള വാർത്തകളും അന്ന് ഇടതുവൃന്ദം പ്രചരിപ്പിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട മൗത്ത് പീസ് മാധ്യമങ്ങളൊക്കെ തന്നെ അതിനെക്കുറിച്ച് പ്രചരണം നടത്തിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കാതെ മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തതിന് ശേഷമാണ് ഈ നവോത്ഥാന നായകരായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ, കെ സ്മാർട്ട് പോലെയുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥർ, പോലീസ് തുടങ്ങിയ ആൾക്കാരെ എല്ലാവരെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് തങ്ങളുടെ വശത്ത് ചേർത്തുകൊണ്ട് ഒരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു മൈനർ വിവാഹം ഇവിടെ നടത്തിക്കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മളിവിടെ നാഴികയ്ക്ക് 40 വട്ടം നവോത്ഥാനത്തിന്റെ കാവലാളാണ് നമ്മൾ, നമ്മുടെ നാട്ടിലാണ് പെൺകുട്ടികൾ ഏറ്റവും സുരക്ഷിതർ എന്നൊക്കെ പറയുന്നത്. മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ സത്യത്തിൽ അവിടെ ഈ ഏജൻസികളെല്ലാം തന്നെ, കെ സ്മാർട്ടിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഈ രേഖകളെല്ലാം വെരിഫൈ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനത്തുള്ള ബാലാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഈ വിഷയത്തിൽ ഇടപെട്ട് ആ പെൺകുട്ടിയുടെ മൈനർ എന്ന രീതിയിലേക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണമായിരുന്നു. അതിന്റെ ഗാർഡിയനായിട്ട് അവരെല്ലാവരും തന്നെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ സർക്കാർ സംവിധാനം ആ പെൺകുട്ടിയുടെ രക്ഷകർത്തൃ സ്ഥാനത്ത് നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ നിന്നുള്ള ഉത്തരവാദിത്തം എല്ലാം തന്നെ നമ്മൾ ഒഴിഞ്ഞ് കൈ കഴുകി ആ പെൺകുട്ടിയെ മറ്റൊരാളിന് വിവാഹം കഴിച്ചു കൊടുത്ത് അങ്ങനെ ഒരു മൈനർ വിവാഹത്തിന് സാധുത നൽകുന്നതിന് വേണ്ടിയും പ്രചരണം നടത്തുന്നതിന് വേണ്ടിയും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നതിനും വേണ്ടിയിട്ടാണ് രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തിനെ ഇവരെല്ലാം തന്നെ ഉപയോഗിച്ചത്. സത്യത്തിൽ ഇത് തന്നെയാണ് കേരള സ്റ്റോറി. ഒരു തരത്തിലുള്ള പരിശോധനകളും നടത്താതെ പൂർണ്ണമായിട്ടും മണ്ടത്തരം കാണിച്ചുകൊണ്ട് മൈനറായിട്ടുള്ള ഒരു കുട്ടിയുടെ വിവാഹം
ആ കുട്ടിയുടെ വീട്ടുകാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവരെ അറിയിക്കുക പോലും ചെയ്യാതെ രേഖകൾ പരിശോധിക്കാതെ ഇതര മതവിശ്വാസിയായിട്ടുള്ള ഒരാളിനെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നിയമവിരുദ്ധമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ മണ്ടത്തരവും കാണിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന ആൾക്കാരുടെ ആ ആന മണ്ടത്തരത്തിനാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയേണ്ടത് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ഇത് മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം എന്നാണ് ശ്രീ എം വി ഗോവിന്ദൻ അന്ന് പ്രതികരിച്ചത്. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇത് ഊളത്തരത്തിന്റെ അങ്ങേയറ്റം എന്നാണ്. ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത, സാധൂകരിക്കാനാകാത്ത, നിയമപരമായി ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വിവാഹം ഒരു മൈനറിൻ്റെത് നൽകി കൊടുത്തതിന് ശേഷമാണ് ഈ നെടുങ്കൻ പ്രസ്താവനകളൊക്കെ ഗോവിന്ദൻ മാഷിന്റെ വായിൽ നിന്ന് വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം. എന്തായാലും ശ്രീ ഗോവിന്ദൻ മാഷ് ആയിക്കോട്ടെ, ശ്രീ ശിവൻകുട്ടി അണ്ണൻ ആയിക്കോട്ടെ, ശ്രീ എ റഹീം ആയിക്കോട്ടെ, ഇവരെല്ലാവരും നിയമപരമായിട്ട് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കുട്ടിക്ക് സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംരക്ഷണമില്ലായ്മ ഉണ്ടാകരുത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെ ഊളത്തരം കാണിക്കുന്ന, മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാർ എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ആകത്തുക. എന്തായാലും ആ കുട്ടിയുടെ കൃത്യമായിട്ടുള്ള പ്രായ പരിശോധന നടത്തി അത് മൈനറാണ് എന്ന് നിർണയിച്ചിരിക്കുന്ന, അതിന്റെ അവകാശങ്ങൾ ഇനിയെങ്കിലും സംരക്ഷിക്കപ്പെടണം എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന കേന്ദ്ര പട്ടികവർഗ കമ്മീഷന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിന് കൂട്ടുനിന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ജയിലിലാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.